എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നലെ നമ്മൾ ദിലീപിൻ്റെ വിധി വന്നതും ദിലീപിനെ വെറുതെ വിട്ടതുമായ ന്യൂസൊക്കെ നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതിൽ ആ വിധിയിൽ നിങ്ങൾ തൃപ്തരാണോ? എന്തെങ്കിലും അഭിപ്രായങ്ങൾ നിങ്ങൾക്കുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്തേക്കണം കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് പറഞ്ഞാൽ, സത്യം പറഞ്ഞാൽ ദിലീപ് എന്ന വ്യക്തിക്ക് മഞ്ജു വാര്യരുടെ അത്രയും പകയാണോ മനസ്സിൽ ഒളിപ്പിച്ച് വെച്ചിരിക്കുന്നതെന്ന് പറഞ്ഞാണ് പല ആൾക്കാരും ഇപ്പോൾ വീഡിയോസും കാര്യങ്ങളുമൊക്കെ അപ്ലോഡ് ചെയ്തിരിക്കുന്നത്. അതുപോലെ തന്നെ വിമർശിച്ചുകൊണ്ട് ഒരുപാട് വീഡിയോസ് ഇപ്പോൾ രംഗത്ത് വന്നത് സിനിമ ഫീൽഡിലുള്ളവരും പുറത്തുള്ളവരും യൂട്യൂബേഴ്സും എല്ലാം വിമർശിച്ചുകൊണ്ട്, ഈ വിധിയെ വിമർശിച്ചുകൊണ്ട് പുറത്ത് വന്നിരിക്കുകയാണ്. കാശുണ്ടെങ്കിൽ എന്തും നടക്കാം എന്നുള്ള രീതിയിൽ ഒരുപാട് വീഡിയോസും കാര്യങ്ങളും ഒക്കെ പുറത്തു വരുന്നുണ്ട്. ഒരു വിധത്തിൽ പറഞ്ഞാൽ കോടതി വിധിയാണ്, അത് കോടതിയുടെ ന്യായമാണ്, നമ്മൾ അംഗീകരിച്ചേ പറ്റത്തുള്ളൂ. അതായത് നമ്മൾ പുറത്തിരുന്ന ഓരോ കാര്യങ്ങൾ നമ്മൾ പ്രവചിച്ചിട്ട് കാര്യമുണ്ടോ? അതിനകത്ത് കാര്യമില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. പക്ഷേ അതിജീവതയുടെ കൂടെ എന്ന് പറഞ്ഞ് ഒരുപാട് ആൾക്കാർ രംഗത്ത് വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ എല്ലാ ആൾക്കാരും ദിലീപിന് ഇത്രയും അധികം മനസ്സിൽ പക വെച്ചുകൊണ്ടാണോ ദിലീപ് മഞ്ജുവിനോട് ഇരിക്കുന്നത് എന്ന് പറയുന്നതിൻ്റെ മെയിൻ കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ദിലീപ് പുറത്തിറങ്ങിയതിന് ശേഷം, അതായത് വിധി വന്നതിന് ശേഷം ദിലീപ് പ്രതികരിച്ചിരിക്കുന്ന ആദ്യ പ്രതികരണമാണ് എല്ലാവരും ഞെട്ടിച്ചിരിക്കുന്നത്. കാരണം നമുക്ക് സത്യം തന്നെ ജയിച്ചു, അല്ലെങ്കിൽ ദൈവത്തിനോട് നന്ദി പറയും, ഈ രണ്ട് വാക്കുകളിൽ ദിലീപിന് നിർത്താമായിരുന്നു വാചകങ്ങൾ. പക്ഷേ ദിലീപ് നിർത്തിയില്ല. ഇത്രയും നാളും മനസ്സിൽ കൂട്ടിവെച്ച് ഈ വിധി വന്നതിന് ശേഷം പ്രതികരിക്കണമെന്ന രീതിയിൽ മനസ്സിൽ ഓർത്തു വെച്ചതുപോലെയാണ് ദിലീപ് ആദ്യ പ്രതികരണം ആദ്യ ഭാര്യയായിട്ടുള്ള മഞ്ജു വാര്യർക്കെതിരെ തന്നെ പ്രതികരിച്ചിരിക്കുന്നത്. മഞ്ജു പറഞ്ഞ ഒരു വാക്കിൽ നിന്നാണ് തന്നെയും പ്രതിചേർത്ത് പോലീസ് FIR രജിസ്റ്റർ ചെയ്തത് എന്ന രീതിയിലൊരു സംസാരമാണ് അവിടെ സംസാരിച്ചത്. അപ്പോഴും മഞ്ജുവിനൊരു പ്രശ്നം ഉണ്ടാവുകയാണെങ്കിൽ ഉണ്ടാവട്ടെ എന്ന രീതിയിൽ, അല്ലെ മഞ്ജുവിനെ കുത്തി സംസാരിക്കാനാണ് അപ്പോഴും ശ്രമിച്ചത്. അതായത് നിങ്ങൾക്കും അങ്ങനെ ഒരു തോന്നലുണ്ടായി, പല ആൾക്കാരും അത് പറയുന്നുണ്ട്. അതുപോലെ തന്നെ ഭാഗ്യലക്ഷ്മി ആണെങ്കിലും രംഗത്ത് വന്ന് പറഞ്ഞിട്ടുണ്ട്, ആ വിധി കേട്ട ആ നിമിഷം അതിജീവിത സൈലൻ്റായി പോയി എന്നാണ് പറയുന്നത്. ഒന്നും പ്രതികരിക്കുക, ഇനി ഞാൻ എന്താണ് ചെയ്യേണ്ടത് എന്ന രീതിയിൽ ആ ഒരു ദിവസം മുഴുവൻ പുള്ളിക്കാരി സൈലൻ്റ് ആയിരുന്നു എന്നാണ് പറയുന്നത്. കാരണം ആരും പ്രതീക്ഷിച്ചൊരു വിധി ആയിരുന്നില്ല, പക്ഷേ കുറേ ആൾക്കാർ പ്രതീക്ഷിച്ച വിധികളായിരുന്നുവെന്നും കുറേ ആൾക്കാർ രംഗത്ത് വന്ന് പറയുന്നത്. ഏതായാലും ആ ദിലീപിൻ്റെ ആദ്യ പ്രതികരണം ഒന്ന് കേട്ടിട്ട് നിങ്ങളുടെ അഭിപ്രായം എന്താണെങ്കിലും, നിങ്ങൾ ഈ വിധിയിൽ സംതൃപ്തരാണോ അല്ലയോ, തൃപ്തരാണോ അല്ലയോ എന്നൊക്കെ ഒന്ന് ഏതായാലും കമൻറ്റ് ചെയ്തേക്കണം. സർവശക്തനായ ദൈവത്തിന് ആദ്യം തന്നെ നന്ദി പറയണു. സത്യം ജയിച്ചു. സംസാരിച്ചു. ഈ കേസില് ക്രിമിനൽ ഗൂഢാലോചന ഉണ്ട്. ആ ക്രിമിനൽ ഗൂഢാലോചന അന്വേഷിക്കണമെന്ന് മഞ്ജു പറഞ്ഞിടത്തുനിന്നാണ് എനിക്കെതിരെയുള്ള ഗൂഢാലോചന ആരംഭിച്ചത്. അതിന് അന്നത്തെ ഉയർന്ന ഒരു മേലുദ്യോഗസ്ഥയും അവര് തെരഞ്ഞെടുത്ത ഒരു സംഘം ക്രിമിനൽ പോലീസുകാരും ചേർന്ന് ആണ് ഇങ്ങനെ നടപടി ഉണ്ടാക്കിയത്. അതിനായിട്ട് ഈ കേസില് മുഖ്യപ്രതിയെ കൂട്ടുപിടിച്ച് അയാളുടെ ജയിലിൽ ഉണ്ടായിരുന്ന കൂട്ടുപ്രതികളെയും കൂട്ടുപിടിച്ചിട്ട് ഈ പോലീസ് സംഘം ഒരു കള്ളക്കഥ മെനഞ്ഞെടുക്കുകയാണ് ചെയ്തത്. എന്നിട്ട് ഈ പോലീസ് സംഘം ചില മാധ്യമങ്ങളെയും അവർക്ക് ഒത്താശ ചെയ്തു കൊടുക്കുന്ന ചില മാധ്യമ പ്രവർത്തകരെയും കൂട്ടുപിടിച്ച് ഈ കള്ളക്കഥ സാമൂഹ്യ മാധ്യമങ്ങളിലൂടെ പ്രചരിപ്പിക്കുകയും ചെയ്തു. ഇന്ന് കോടതിയിൽ ഈ പോലീസ് സംഘം ഉണ്ടാക്കിയ കള്ളക്കഥ തകരുകയാണ് ചെയ്തത്. ഈ കേസില് യഥാർത്ഥ ഗൂഢാലോചന എന്ന് പറയുന്നത് എന്നെ പ്രതിയാക്കാനാണ്. സമൂഹത്തില് എന്റെ കരിയർ, എന്റെ ഇമേജ്, എന്റെ ജീവിതം നശിപ്പിക്കാൻ വേണ്ടി ചെയ്തതാണ്. അതാണ് ഗൂഢാലോചന നടത്തിയത്. പക്ഷേ ഞാൻ പറഞ്ഞോട്ടെ, നിങ്ങൾ 9 വർഷം പറഞ്ഞല്ല കേട്ടോ, ഞാനൊന്നും ഒരു പ്രാവശ്യം ഇന്ന് എനിക്ക്